ഉണ്ടാക്കാൻ പറ്റുന്ന ലെമൺ റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് 2 കപ്പ് അരി എടുത്തിട്ട് നന്നായി കഴുകിയതിന് ശേഷം അതിൽ 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുക. ചോറായതിനു ശേഷം ഒരു പാൻ വെച്ചിട്ട് 3.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എന്തെണ്ണ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. എണ്ണ ചൂടായതിനു ശേഷം 1 ടീസ്പൂൺ കടുകിടുക. കടുക് പൊട്ടിയതിന് ശേഷം 1 ടീസ്പൂൺ കടലപ്പരിപ്പ് ഇടുക. പിന്നെ 1 പിടി നിലക്കടല, അത് ഓൾറെഡി നമ്മൾ വറുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ടുള്ള 1 പിടി നിലക്കടലയും ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് വരണം, ഒരു ക്രിസ്പി ആയിട്ട് വരണം. അതിനൊരു 30 സെക്കൻഡോളം നമ്മൾ ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഒരു 6 വറ്റൽമുളക് നടു പൊട്ടിച്ചത് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ 1 പിടി കരിവേപ്പിൻ്റെ ഇല. ഇനി ഇതിലേക്ക് ഇടാനുള്ളത് 1/2 ടീസ്പൂൺ കായപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞളിൻ്റെ പൊടിയാണ്. അതിട്ട് കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ ഈ പിഴിഞ്ഞു വെച്ചിട്ടുള്ള നാരങ്ങ നീര് ഇതിലേക്ക് ഒഴിക്കുന്നു. ഞാൻ 2 വലിയ നാരങ്ങയാണ് പിഴിഞ്ഞു വെച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം അളവ് വരും. നാരങ്ങ നീര് ഒഴിച്ചതിന് ശേഷം ഇത് കുറേ ചൂടാക്കാൻ പാടില്ല. ഇതിൻ്റെ ആ ഒരു പച്ചമണം ജസ്റ്റ് ഒന്ന് മാറി കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് ഒഴിച്ചാൽ മതി. ഇനി ഇത് ചോറിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ചോറിൻ്റെ എല്ലാ ഭാഗത്തും തന്നെ എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞത് ഇതിലേക്കൊന്ന് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ലെമൺ റൈസ് റെഡിയായി കഴിഞ്ഞു. ഇത് വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. ഒരു നല്ലൊരു വെറൈറ്റി റൈസാണ്. നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.